സമൂഹത്തിന് വേണ്ടിയും പാവപ്പെട്ടവർക്ക് വേണ്ടിയും സമയവും ജോലിയും എല്ലാം മാറ്റിവെച്ച് പ്രവർത്തിച്ചിട്ട് 1000 നന്മകൾ ചെയ്താലും ഒരു ജാഗ്രത കുറവിൻ്റെ പേരിൽ ഒരു കുറ്റവും ചെയ്യാത്ത എന്നെ യാതൊരു കാരണവുമില്ലാതെ ഇല്ലാത്ത പ്രചരണങ്ങൾ നടത്തിക്കൊണ്ട് മോശമാക്കാനും പരിഹസിക്കാനുമുള്ള ഒരു നിലപാടും എവിടെയൊക്കെയുള്ള ഒരു ഗൂഢാലോചന ഇതിൻ്റെ പിന്നിലുണ്ട് എന്ന് സംശയിക്കുന്ന രൂപത്തിലാണ് ഇത് ആളുകൾ ഏറ്റെടുക്കുന്നതും വളച്ചൊടിക്കുന്നതും എന്നുള്ളത് ഏറ്റവും സങ്കടകരമായിട്ടുള്ളൊരു കാര്യമാണ്. 3 കോടി രൂപ പിരിച്ചു. അപ്പോൾ അതിൽ നിന്ന് ഒരു വക മാറ്റിയിട്ട് അല്ലെങ്കിൽ അതിലേക്ക് സഹായിക്കേണ്ട ഒരു തുകയിൽ നിന്ന് താങ്കൾക്കൊരു കാർ നൽകി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു വിമർശനം. അപ്പോൾ അതെങ്ങനെയാണ് കാണുന്നത്? 100% തെറ്റായ വാർത്തയാണ്. ഷാമിൽ മോന് വേണ്ടി 33 ദിവസങ്ങൾ കൊണ്ട് 3 കോടിക്ക് മുകളിൽ നമ്മൾ സമാഹരിച്ചു. ജനങ്ങൾ ഞാനൊരു നിമിത്തം മാത്രമാണ്. എല്ലാവരും ചേർന്നുകൊണ്ട് സമാഹരിച്ചതാണ് ആ ഒരു തുക എന്ന് പറയുന്നത്. അതിനുശേഷമാണ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കണക്ക് അവതരണവും അവരുടെ മനസ്സ് നിറഞ്ഞ യാത്രയപ്പ് നടത്തുന്നത്. 33 ദിവസവും അവിടെ ഉപയോഗിച്ചത് 2012 ഡൽഹി മോഡൽ 10 പേര് എടുത്ത എൻ്റെ ഇന്നോവ ആയിരുന്നു. അത് പല തവണയായിട്ട് അവിടെ ബ്രേക്ക് ഡൗൺ ആയിട്ടുണ്ട്, വർക്ക്ഷോപ്പിലായിരുന്നു. ആ കാര്യങ്ങളൊക്കെ അവിടെയുള്ള ആളുകൾക്കും നാട്ടുകാർക്കും അറിയാം. അവർക്ക് അപ്പോഴും ആ ഒരു സങ്കടം ഉണ്ടായിരുന്നു, ഇത്രയൊക്കെ നേതൃത്വം കൊടുക്കുമ്പോഴും ഒരു വണ്ടിയുടെ ഒരു അപര്യാപ്തയും പ്രയാസങ്ങളുമൊക്കെ. പക്ഷേ എന്നിരുന്നാലും ആ ചടങ്ങ് നടക്കുന്ന സമയത്ത് ഓഡിറ്റോറിയത്തിൻ്റെ പുറത്ത് ജസ്റ്റ് ഡെലിവേർഡ് എന്ന് പറഞ്ഞ് ഒരു ഇന്നോവ നമ്പർ പ്ലേറ്റ് മറിച്ച് അവർ ആ പൂവൊക്കെ സ്റ്റിക്കറൊക്കെ വെച്ച് സന്തോഷം കൊണ്ട് അവിടെ കാണിച്ചു. അത് ആളുകളെടുത്തേക്ക് പ്രചരിപ്പിച്ചുകൊണ്ട് 30 ലക്ഷം രൂപയുടെ ഇന്നോവയാണ് എന്ന് പറഞ്ഞ് വലിയ പ്രചരണം നടത്തി. അതുമാത്രമല്ല, ആ ചടങ്ങ് നടക്കുമ്പോൾ ഒരു ചാവി എനിക്ക് കൈമാറുകയും ചെയ്തു. ആ ചാവി കൈമാറിയ ഒരു രീതിയിലാണ് വലിയ വിമർശനം. കാരണം ആ ഷാമിൽ മോൻ്റെ ഉമ്മയുടെ കൈകൾ കൊണ്ടാണ് ആ ചാവി കൈമാറി. സത്യത്തിൽ ആ കുടുംബത്തിൻ്റെ അകന്ന ബന്ധുക്കൾ എല്ലാവരും കൂടെ 10,000 25,000 ഒക്കെ സമാഹരിച്ച് മാറ്റിവെച്ച തുകയിൽ നിന്നാണ് കേവലം ഈ ഒരു വണ്ടിക്ക് എന്ന് പറഞ്ഞിട്ട് അവർ മാറ്റിവെച്ചത്. ആ ചടങ്ങ് നടക്കുന്ന സമയത്ത് അങ്ങനെ ഒരു ബന്ധുക്കളുടെ കയ്യിൽ നിന്നായിരുന്നെങ്കിൽ എനിക്ക് അവിടെ നിന്ന് തിരസ്കരിക്കാമായിരുന്നു. ആ ഒരു ജാഗ്രത കുറവ് എനിക്കുണ്ടായി. കാരണം എന്താ വെച്ചാൽ ഞാൻ അങ്ങനെ ചെയ്താൽ ആ കുടുംബത്തിനൊരു പ്രയാസമാവും, അല്ലെങ്കിൽ ഒരു അപമാനിക്കപ്പെടും എന്നുള്ള പേടി കൊണ്ടാണ് ഞാനത് ആ കുടുംബവുമായി സംസാരിച്ച് ആ വണ്ടി എനിക്ക് വേണ്ട എന്നുള്ള നിലപാടെടുത്ത് ഇന്നലെ ഞാൻ അവരെ ഏൽപ്പിച്ചത്. അവർ സന്തോഷം കൊണ്ട് ചെയ്തതാണ്. പക്ഷേ അവരാരും വിചാരിച്ചില്ല ഈ രൂപത്തിലേക്കൊന്നും ആവും. ഒരു ജാഗ്രത കുറവുണ്ടായി എന്ന് തോന്നിയതിൻ്റെലാണോ അത് തിരിച്ചു കൊടുക്കാൻ തീരുമാനിച്ചത്? അത് മാത്രമല്ല, ആരുടെയെങ്കിലും മനസ്സിൽ ഒരു പ്രയാസം വന്നാൽ, ഒന്നാമത് പാവങ്ങളുടെ പൈസയാണ്, ആരുടെയെങ്കിലും മനസ്സിൽ ഈ ഒരു പ്രവർത്തനങ്ങളെ മോശമായിട്ട് കാണുകയോ ആ കുടുംബത്തിനെ ക്രോശിക്കുന്ന തരത്തിലേക്കോ പോവുകയാണെങ്കിൽ, അത് മാത്രമല്ല എനിക്കും വ്യക്തിപരമായിട്ട് ആ വണ്ടിയിൽ സഞ്ചരിക്കാനുള്ള ഒരു പൈസ ഉണ്ടാക്കാനായിരുന്നെങ്കിൽ കോടിക്കണക്കിന് രൂപ എനിക്ക് ഇതിനോടകം ഉണ്ടാക്കാമായിരുന്നു. പക്ഷേ ഇതൊരു പരസ്യമായിട്ട് അവർ നൽകിയത് കൊണ്ട് നാളെ ഒരു ചീത്തപ്പേരുണ്ടാവണ്ട എന്ന് വിചാരിച്ചൊരു കാര്യം ഇത്രയും പ്രയാസത്തിലേക്കാവുമ്പം ആരുടെയെങ്കിലും മനസ്സ് വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ മനസ്സ് വേദനിച്ചതിലോ പ്രയാസമായിട്ട് എനിക്കത് വേണ്ട എന്നുള്ള നിലക്കാണ് ഇന്നലെ ഞാൻ ആ കാറ് തിരിച്ചു കഴിഞ്ഞു. പ്രധാനമായിട്ടും ഇപ്പോൾ ഒരു വിവാദം അല്ലെങ്കിൽ ഒരു വിമർശനമൊക്കെ ഉണ്ടാവുന്നത് ഈ 3 കോടി രൂപ ഇതിനു വേണ്ടി പിരിക്കുമ്പോൾ ഈ കുടുംബത്തിൻ്റെ അകന്ന കുടുംബക്കാരുടെ കയ്യിലാണെങ്കിൽ പോലും അവരുടെ തുകയുണ്ടെങ്കിൽ അത് ഈ ചികിത്സയ്ക്കോ അല്ലെങ്കിൽ മറ്റൊരു ആർക്കെങ്കിലും പ്രയാസപ്പെടുന്നവരുടെ ചികിത്സയ്ക്കോ ഉപയോഗിക്കാമായിരുന്നില്ലേ എന്നുള്ളത് കൂടിയാണ്. തീർച്ചയായിട്ടും ആളുകൾ ഒറ്റ നോട്ടത്തിൽ കാണുന്ന സമയത്ത് ഇങ്ങനെ തന്നെയാണ് വിചാരിക്കുക. പക്ഷേ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ആ കുടുംബത്തിൻ്റെ ആളുകൾ പറ്റാവുന്നതെല്ലാം അവർ കൊടുത്തു. ആ കൊടുത്തതിന് ശേഷവും ഒരു നിലക്കും മാർഗമില്ലാത്തത് കൊണ്ട് ചികിത്സ പാതി വഴിയിൽ നിൽക്കുന്ന സമയത്താണ് ആ കുട്ടി മരണപ്പെടും എന്നുള്ള കണ്ടീഷനിലാണ് ഈ രൂപത്തിലേക്കുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം പോകുന്നത്. അവർ കാണുന്ന സമയത്ത് ഞാൻ 10-34 ദിവസം അവിടെ പ്രവർത്തിക്കുന്നു, ഒരു രൂപ പോലും ഞാൻ കൈപ്പറ്റുന്നില്ല, ഒരു ഭക്ഷണം പോലും അവരുടെ കുടുംബത്തിൽ നിന്ന് ഞാൻ കൈപ്പറ്റുന്നില്ല. ആ രൂപത്തിലേക്ക് പോകുന്ന സമയത്ത്, നല്ല രൂപത്തിലേക്ക് തിരിച്ചു പോകുന്ന സമയത്ത് ഒരു സന്തോഷം പ്രകടിപ്പിക്കണം. അത് അകന്ന ബന്ധുക്കളിൽ പെട്ട ചില ആളുകൾ എല്ലാവരും കൂടി ചെയ്തിട്ടുള്ള ഒരു തീരുമാനപ്രകാരമായിട്ടാണ് അവർ ചെയ്തത്. പക്ഷേ ഇത് ബാധിച്ചത് ആ കുടുംബത്തിനായിപ്പോയി. ആ കുടുംബത്തിൻ്റെ ഉമ്മയുടെ കൈകൾ കൊണ്ടും ഷാമിൽ മോൻ്റെ സാന്നിധ്യത്തിലും MLA സാന്നിധ്യത്തിലുമായി ഇത് കൊടുത്തത്. ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട്, എന്ത് സ്നേഹ സമ്മാനമാണെങ്കിലും, അത് 10 രൂപയാണെങ്കിലും ഇനി എന്ത് ഗിഫ്റ്റ് ആണെങ്കിലും തരുന്നത് നിങ്ങൾ പരസ്യമായിട്ട് തന്നിട്ടില്ല എങ്കിൽ ഞാൻ അതുമായിട്ട് വലിയ തരത്തിൽ പ്രയാസം. ഇതിൽ ഏറ്റവും വലിയ വസ്തുത പലരും മനസ്സിലാവാത്തത്, ഒരു വണ്ടി അവിടെ കൊടുത്ത് 9.5 ലക്ഷം രൂപയുടെ വണ്ടിയാണ്. അത് മഹാരാഷ്ട്ര രജിസ്ട്രേഷനാണ്. മഹാരാഷ്ട്ര രജിസ്ട്രേഷനിലെ വണ്ടി ഇവിടേക്ക് എത്തുന്ന സമയത്ത് ഏകദേശം ഒരു 11-11.5 ലക്ഷം രൂപയുണ്ട്. അതിന് പകരമായി ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന 6 ലക്ഷം രൂപ വിലയുള്ള വണ്ടി തിരിച്ചു കൊടുക്കുകയും ചെയ്തിട്ടാണ്. ഇല്ല, ആ കാറില്ല. അത് ഞാൻ അവർക്ക് കൊടുത്ത്, അവരിനി എന്താണ് അവരുടെ നിലപാട് എന്ന് എനിക്കറിയില്ല. നാട്ടുകാർ അത് തിരിച്ചു വാങ്ങൂല എന്നുള്ള നിലപാടിലാണ്
തരത്തിലുള്ള ചർച്ചകൾ ആ നാട്ടിൽ നടത്തി, ഇത് വിടാൻ പാടില്ല എന്നുള്ള ചർച്ചകളുണ്ട്, പലതരത്തിലുണ്ട്. പക്ഷേ ഏറ്റവും സങ്കടം എന്ന് പറഞ്ഞത് വലിയ മാധ്യമങ്ങളടക്കം ചില ആളുകൾ ഒരു വാക്ക് പോലും എന്നോട് ചോദിക്കാതെ, എൻ്റെ അഭിപ്രായങ്ങളോ ഇതിൽ നടന്ന കാര്യങ്ങളോ പോലും ചോദിക്കാതെ ഇത് വളച്ചൊടിച്ച് 30 ലക്ഷം രൂപ പോലും ഉണ്ട് എന്ന് ചില മാധ്യമങ്ങൾ പറഞ്ഞപ്പോൾ എനിക്ക് വലിയ പ്രയാസമായി. ഇതിലൊരു പിന്നെ ആരാണ് ഇതിന്റെ പിന്നിൽ എന്നുള്ളതാണ് കരുതുന്നത്? ഞാൻ മനസ്സിലാക്കുന്നത് കൃത്യമായ ഒരു അജണ്ട സെറ്റ് ചെയ്തുകൊണ്ട് പ്രവർത്തിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ചാരിറ്റി മേഖലയിലെ ചില ചാരിറ്റി പ്രവർത്തകന്മാരുടെ ഗ്രൂപ്പുകളൊക്കെ നിയന്ത്രിക്കുന്ന ആളുകളൊക്കെ ഇതിൻ്റെ പോസ്റ്റുകളും ഫേസ്ബുക്കുകളും ഒക്കെ ആയിട്ട് മുന്നോട്ട് വന്നിട്ടുണ്ട് എന്നുള്ളതും നഗ്നമായ സത്യമാണ്. ഞാനൊന്ന് മോശമായി കിട്ടുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഈ പ്രവർത്തനങ്ങൾ ഇല്ലായ്മ ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ, ഒന്ന് മോശമാക്കാനൊക്കെ ശ്രമിച്ചാൽ അത് എന്നെ മാനസികമായിട്ട് തളർത്തും. ഞാൻ ഈ മേഖലയിൽ നിന്ന് എന്നേക്കുമായി പോകണം എന്നുള്ള ഒരു അജണ്ടയുടെ പുറത്തായിരിക്കാം ഈ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നതെന്ന് ഞാൻ സംശയിക്കുകയാണ്. ഒന്നുകൂടി ശ്രദ്ധിക്കണമായിരുന്നു എന്നൊരു തോന്നൽ ഇപ്പോൾ ഉണ്ടോ? ശ്രദ്ധിക്കണമായിരുന്നു എന്നുള്ള തോന്നലുണ്ട്, പക്ഷേ തെറ്റ് ചെയ്തിട്ടില്ല. തെറ്റ് ചെയ്യാത്തത് കൊണ്ടാണ് എനിക്ക് ഇങ്ങനെ സംസാരിക്കാനും കാര്യങ്ങളും പറയാനൊക്കെ പറ്റുന്നത്. പക്ഷേ ഞാനൊരു ജാഗ്രത കുറവ് എനിക്ക് സംഭവിച്ചു പോയിട്ടുണ്ട്. ആ ജാഗ്രത കുറവ് എനിക്ക് അപ്പം തന്നെ എതിർക്കാമായിരുന്നു. പക്ഷേ ഞാൻ എതിർത്താൽ ആ കുടുംബത്തിന് എത്ര പ്രയാസമാവും എന്ന് വിചാരിച്ച് എനിക്കത് ചെയ്യാനും പറ്റിയില്ല. ഞാൻ തന്നെയാണ് ഈ ലൈവ് ഇടുന്നത്, ഞാൻ തന്നെയാണ് ഇത് കണക്കുകളെല്ലാം പിന്നെ സുതാര്യമായി ജനങ്ങളെ, എനിക്ക് വേണം അങ്ങനെയാണെങ്കിൽ രഹസ്യമായിട്ട് ചെയ്താൽ മതിയായിരുന്നു. പക്ഷേ ഇന്നിപ്പോൾ ആ കുടുംബത്തിനെ ക്രൂശിക്കുന്നത് കാണുമ്പോൾ വലിയൊരു മാനസികമായിട്ടുള്ള പ്രയാസം. ഇന്നലെ പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് ആ മുതുവല്ലൂരിൻ്റെ മുണ്ടപ്പറമ്പിൻ്റെ ആ പള്ളിയുടെ മുമ്പിൽ വെച്ച് അവർ ജനങ്ങളോട് ഈ കാര്യങ്ങളൊക്കെ സംസാരിച്ചത് എന്നുള്ളത് ഏറ്റവും സങ്കടമുള്ളൊരു കാര്യം.